നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് പാലപ്പം ഉണ്ടാക്കാം. അപ്പോൾ പാലപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പാലപ്പത്തിൻ്റെയും കടലക്കറിയുടെയും കൂടി വീഡിയോ ഒരുമിച്ചാണ് ഞാൻ ഇതിനകത്ത് ഇടുന്നത്. കാരണം നമ്മൾ പാലപ്പവും കടലക്കറിയും കൂടിയാണ് ഇന്ന് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാലപ്പം ഉണ്ടാക്കാനായിട്ട് 2 ഗ്ലാസ് പച്ചരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതാണിത്. പിന്നെ ഒരു തവി ചോറ്, അരമുറി തേങ്ങ, 1 ഗ്ലാസ് പാല്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഈ മിക്സിയിൽ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം. വെള്ളം അധികമാകാതെ ശ്രദ്ധിക്കണം. ഒരു കുഴമ്പ് രൂപത്തിലാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. ഞാൻ പാല് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ പാലും വെള്ളവും കൂടി മിക്സ് ചെയ്ത് ഒഴിച്ച് അരച്ചെടുക്കാവുന്നതാണ്. ഇതാണ് അരച്ചെടുത്ത മാവ്. ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ ആയിരിക്കണം. ഇത് അധികം ലൂസുമല്ല, അധികം തിക്കുമല്ല. അപ്പം ചുടാൻ ആവശ്യത്തിനുള്ള അയവിലാണ് ഇത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചെറിയ വാം വാട്ടറിൽ കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഈസ്റ്റ് റെഡിയാണ്. ഇനി ഇത് മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ അപ്പത്തിൻ്റെ മാവ് റെഡിയാണ്. ഇനി ഇത് പുളിക്കാനായിട്ട് ഒരു 3 മണിക്കൂർ നമുക്ക് അടച്ചു വയ്ക്കാം. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയ കാരണം 3 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് നന്നായി പുളിക്കുന്നതായിരിക്കും. 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ മാവ് നന്നായി പുളിച്ചു പൊങ്ങി. ഇത് കണ്ടോ, നന്നായി പുളിച്ചു പൊങ്ങിയ മാവാണ് ഇത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് ഇളക്കിയിട്ട് നമുക്ക് അപ്പം ചുടാം. ഇത് നോക്കി എന്ത് നന്നായി നമ്മുടെ മാവ് പുളിച്ചു പൊങ്ങിയെന്ന്. നല്ല സോഫ്റ്റ് പാലപ്പം കിട്ടും ഇതിൽ നിന്ന്. ഇനി അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇച്ചിരി എണ്ണ അതിലേക്ക് പരട്ടി കൊടുക്കാം. എന്നിട്ട് ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്ത് അപ്പം ചുടാം. ഒരു 1 തവി മാവ് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതിങ്ങനെ വട്ടത്തിൽ കറക്കി നമുക്ക് അപ്പത്തിൻ്റെ ഷേപ്പിലാക്കാം. ഈ മാവ് സ്പ്രെഡ് ചെയ്യാനായിട്ട് ഇതുപോലെ ഇങ്ങനെ റൗണ്ടിൽ കറക്കി കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ച് ചെറു തീയിൽ ചുട്ടെടുക്കാം. അപ്പം നമ്മൾ മറിച്ചിടാറില്ല, ഒരു സൈഡ് മാത്രമേ വേവിക്കാറുള്ളൂ. മറ്റേ സൈഡ് അത് അടച്ച് വെക്കുമ്പോൾ ഇരുന്ന് വേകുന്നതായിരിക്കും അതിൻ്റെ മേൽവശം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ അപ്പം റെഡിയായി. ഇത് കണ്ടോ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇത് നന്നായി പൊളിച്ച് പൊങ്ങിയ കാരണമാണ് ഇങ്ങനെ ചെറിയ ഹോളുകളൊക്കെ ആയിട്ട് അപ്പം വന്നത്. ഇങ്ങനെയാണ് അപ്പം ഇരിക്കുന്നത്. ഇത് നല്ല സോഫ്റ്റുമാണ്. ഇതുപോലെ നമുക്ക് മുഴുവൻ അപ്പവും ചുട്ടെടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള അപ്പം ഞാൻ ചുട്ടെടുത്തു. ഇനി ഇതൊരു സൈഡിലോട്ട് വച്ചിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള കടലക്കറി നമുക്ക് ഉണ്ടാക്കാം. അന്നേരം കടലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇനിയും നോക്കാം. ഇത് കടലക്കറി ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് കടല ഓവർനൈറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് നന്നായി കഴുകി പ്രഷർ കുക്കറിൽ വച്ചിരിക്കുന്നതാണ്. ഇനി ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാം. ഇത് ഞാൻ എളുപ്പത്തിൽ തീരാവുന്ന ഈസി കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. സാധാരണ കടലക്കറി തേങ്ങയും മല്ലിയും മുളകൊക്കെ വറുത്തരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് തേങ്ങയും മല്ലിയും മുളകും വറുത്തരയ്ക്കാതെ സാധാരണ എളുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കടലക്കറിയാണിത്.
ഈ പ്രഷർ കുക്കറിൽ 3 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്യാം. ഇനി മസാലയ്ക്ക് നമുക്ക് വേണ്ടതാണ് 1/2 സവാള ഉള്ളി ചെറുതായി അരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 4 പച്ചമുളക് കീറിയത്, 2 ടൊമാറ്റോ, കുറച്ച് കരിവേപ്പില. ഇനി ഈ ചീഞ്ചട്ടിയിൽ ഒരു 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ കൂടിയിട്ട് വഴറ്റാം. കടുക് പൊട്ടി ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ട് കൊടുത്ത് വഴറ്റാം. കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് മൂത്തു. ഇതിലേക്ക് ഇനിയും നമ്മുടെ പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഈ ഗരം മസാല പൗഡർ ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ പൊടി കരിഞ്ഞു പോകാതെ ചെറു തീയിൽ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഈ പൊടി നന്നായി മൂത്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ടൊമാറ്റോ ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഈ മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാനിതിലേക്ക് ടൊമാറ്റോ ഇട്ട് കൊടുത്തു. ഈ ടൊമാറ്റോ ഇതിൽ കിടന്ന് നല്ല കുഴമ്പ് പരുവം ആകുന്ന വരെ നമുക്ക് ഇളക്കി കൊടുത്ത് ചെറു തീയിൽ വേവിച്ചെടുക്കാം. നമ്മുടെ മസാല റെഡിയായി. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് നേരം ഈ കടല ഈ മസാല കിടന്ന് തിളക്കട്ടെ. 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കുറുകും. അന്നേരം നമുക്ക് വാങ്ങാം. ഇത് ആവശ്യത്തിന് തിളച്ചു കുറുകി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതാണ് നമ്മുടെ കടലക്കറി. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം. ഇതിൽ നിന്ന് 2 അപ്പം എടുത്തിട്ട് കുറച്ച് കടലക്കറിയും കൂട്ടി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നല്ല രുചിയുള്ള നമ്മുടെ അപ്പവും കടലയും റെഡിയായി. ഞാൻ തിന്നു നോക്കി, നല്ല രുചിയുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.